അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല എന്ന് ആദ്യം വിചാരിച്ചായിരുന്നു. കാരണം ഇതൊന്നും കണ്ടന്റ് ആക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അത് റിയാക്ട് ചെയ്തു പോകും. കാരണം എത്ര അടക്കി പിടിച്ചാലും നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു. കാരണം ഞാൻ എപ്പോഴും ചോദിക്കും, നമ്മുടെ നാട്ടിലത്തെ ആളുകൾ ചില കാര്യങ്ങളിൽ മാത്രം എപ്പോഴും കണ്ണടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറയാൻ എപ്പോഴും നമ്മുടെ നാട്ടിലത്തെ ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. ഇത് കണ്ടിട്ട് ഈ വീടിന് താഴത്തൊന്നും തെറി പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യമാണ്, കാരണം വെച്ചാൽ അതിപ്പോൾ ഒരു നാടാണെങ്കിലും ഒരു സമുദായമാണെന്നുണ്ടെങ്കിലും ഞാൻ പ്രത്യേകിച്ച് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല. ഇപ്പൊ ഈ വീഡിയോ തന്നെ ചെയ്യാനുള്ള കാരണം ഇപ്പൊ നമ്മുടെ നാട് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയാ ഒരു ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാടിന്റെ ഒപ്പം നിൽക്കുക, നമ്മൾക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ അതും ഏപ്രിൽ 22-ാം തീയതി നമ്മുടെ രാജ്യം ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് എല്ലാവരും സാക്ഷിയായിരുന്നു ടിവിയിലൂടെ. അപ്പൊ ഇതൊന്നും അത്ര രസകരമായിട്ടുള്ള ഒരു വിഷയമൊന്നല്ല സംസാരിക്കാനായിട്ട്. ശരിക്കും നമ്മൾ കൊടുത്ത തിരിച്ചടി എന്ന് പറയുന്നത് എന്താ പറയാ, എല്ലാവർക്കും നല്ലൊരു സ്വീറ്റ് ആയിരുന്നു അല്ലേ? എന്നാൽ എല്ലാവരെയും കൊണ്ട് കഴിയുന്നതും അല്ല. കാരണം നമ്മള് ഒരു നാടിനെ മൊത്തം അങ്ങോട്ട് ഇല്ലാതാക്കുകയല്ല ചെയ്ത്. ഇതിന് ഈ തീവ്രവാദ പരിപാടികൾക്ക് പുറകെ നിന്ന് ആളുകളെ മാത്രമാണ് നമ്മൾ തിരിച്ചടിച്ചിട്ടുള്ളൂ. അവർക്കെതിരെ മാത്രമേ നമ്മൾ തിരിച്ചടിച്ചിട്ടുള്ളൂ. ഒരു പാവപ്പെട്ട ജീവൻ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും. പക്ഷെ അത് ഓപ്പറേഷൻ നടത്തിയ ആളുകൾ പറയുന്നുണ്ട്. ഈ ഡിഫൻസ് ഇപ്പൊ ഇന്നലെ പ്രസ് മീറ്റിംഗില് ഉണ്ടായിരുന്നു കേണൽ സോഫിയ ഖുറേഷിയും പിന്നെ അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, അവരുടെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് അവര് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ പ്രോജക്റ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അവർ എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ അവർ നടത്തിയത്, അതിന്റെ പിന്നിൽ നടന്ന എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിങ്സ് കാര്യങ്ങൾ, അതിന്റെ ഒരു സ്കെച്ച് ആയിരുന്നു ശരിക്കും അവർ പറഞ്ഞത്. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ടിട്ട് പോലും പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഈ പല വിഡ്ഢികളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന എന്താ പറയാ കമന്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ എടുത്ത് ആഘോഷിക്കുകയാണ്. സത്യം അതായത് അവർക്ക് എന്ന് പറയുന്നത് ചില ഹിന്റുകൾ മാത്രം വെച്ചിട്ടാണ് അവര് ഓരോന്ന് ചെയ്യുന്നത്. എന്താ നടക്കുന്നത് സത്യം. ശരിക്കും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അവർക്ക് എന്താന്ന് അറിയുന്നുണ്ട്. അവരിപ്പോഴും പറയണത് പള്ളി ആക്രമിച്ചു അല്ലെങ്കിൽ ഇന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തു, ഇതൊക്കെയാണ് ഇവരിപ്പോഴും സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് അതാ പറഞ്ഞ ഇത്രയും ഡിഫെൻസീവ്ലി അതാ പറഞ്ഞ മിലിറ്ററി ഫോഴ്സ് ഫോർത്താ നമ്മുടെ പൊസിഷൻ നിൽക്കുന്നത്. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ കയറി വന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ട് അതിനെതിരെയാണ് നമ്മൾ റിയാക്ട് ചെയ്ത്. ആ നാടിനെ മൊത്തം അവിടുത്തെ സാധാരണക്കാരല്ല. എന്നിട്ട് അത് ചെയ്യുമ്പോ അത് നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ ആ എന്താ പറയാ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അവരാ ചെയ്യുന്നത് ആർക്ക് വേണ്ടി മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു നിമിഷത്തോട്ട്. നമ്മള് അതായത് ഇങ്ങനെ കമന്റ് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം, അവരങ്ങനെ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അവർക്കെതിരെയും ശബ്ദം ഉയർത്താൻ പറ്റുന്നത്. എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചു, അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചോദിച്ചു നിങ്ങൾ ഇതിന് വീഡിയോ ചെയ്യുന്നുണ്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യം ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. പക്ഷെ ഇത് പറഞ്ഞേ പറ്റൂ. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് കാണുന്ന സമയത്തുണ്ടല്ലോ ഇവന്മാരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതായത് ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ ചെയ്ത നാടിനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് സ്റ്റാറ്റസ് ഇടുന്ന ടീമുകളാണ്. എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ പിന്നെ എന്താ വേണ്ടത്? അവർക്ക് ഇവിടെ കയറി ആക്രമിക്കാനായിട്ട് പരവതാനി വിരിച്ചു കൊടുക്കായിരുന്നു. അതല്ലേ വേണ്ടത്? അതാണോ ഇവരാഗ്രഹിക്കുന്നത്? അതാണോ? അതായത് നമ്മുടെ നാട്ടിലുള്ള ഈ മാന്യന്മാരും ആഗ്രഹിക്കുന്ന കാര്യം അതാണോ എന്നാണ് എനിക്കറിയേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ചില വിഡ്ഢികൾ പറയുന്നത് ഇതൊരു എന്താണ് പൊളിറ്റിക്കൽ ടാക്ടിക്കൽ ആയിട്ടൊക്കെ കാണുന്നത് ചില വിഡ്ഢികള്. അതായത് അതിനൊന്നും നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല അവരുടെ അടുത്ത് സത്യം പറഞ്ഞാൽ. അത് കേരളത്തിലുള്ള ആളുകൾ മാത്രമേ അത് പറയുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു കോമഡി ഇതിന്റെ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അത്രയും നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് കാണേണ്ട കാര്യമല്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇതിന് വേര് മുളച്ചിട്ടുണ്ട് പല ഇടങ്ങളിലും. ഇന്നലെ തന്നെ മോക്ക് ഡ്രില്ല് നടത്താൻ പറഞ്ഞത് ഇതൊരു കളിയല്ല, നമ്മുടെ നാടിന്റെ യൂണിറ്റിയാണ്. അതാ പറഞ്ഞത്. അത് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രതിരോധിക്കാൻ പറഞ്ഞപ്പോ ആളുകൾ അതിനെതിരെ തമാശ പറഞ്ഞു. നമുക്ക് ഈ
മോക്ക് ഡ്രിൽ വന്നപ്പോഴും എവിടെയോ നമ്മളൊരു കമന്റ് കണ്ടത് അത് തന്നെയാണ്. അതായത് പാത്രം കൊട്ടി ആഘോഷിച്ച പോലെയാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. സെൻസ് ഇല്ലാത്ത ആളുകളാണെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞത് ഇവർക്കൊന്നും അറിയില്ല എന്താണ് നടക്കണമെന്നല്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന എനിക്ക് പോലും അറിയുന്ന കാര്യങ്ങളല്ല ഇതിന് നമ്മുടെ ഒരു ഇതിന്റെ ബൗണ്ടറിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ എന്താ പറയാ, ഇപ്പൊ എയർഫോഴ്സ് ആണെങ്കിലും നേവൽ ഫോഴ്സ് ആണെങ്കിലും ഇപ്പൊ മിലിറ്ററി ആണെങ്കിലും അവർ അത്രയും അവരുടെ എഫേർട്ടും ജീവനും പണയം വെച്ച് നിൽക്കുന്നത് നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആലോചിക്കുന്നത് ഈ സ്റ്റാറ്റസ് ഇട്ട് കിടക്കുന്ന ഓരോ മാന്യന്മാരോട് ഞാൻ ചോദിക്കണം, നീയൊക്കെ രാത്രി കിടന്നുറങ്ങുന്നത് എന്തിന് ധൈര്യത്തിലെന്ന് ആലോചിച്ചു. അതെ, ഒരു മിസൈലോ ഒരു ബോംബോ വന്ന് വീണ കഴിഞ്ഞാൽ തീർന്നു നിന്റെ കത്തിക്കില്ല. അപ്പോഴും നീ ഇതൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ ആലോചിക്കണത്. ഇങ്ങനെ നാരികളോട് ഇതിനെ മാന്യതയായിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് കാണുമ്പോ അത്രയും നമുക്ക് എന്താ പറയാ പൊളിഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അർഹിക്കുന്നില്ല. ശരിക്കും പാകിസ്ഥാനിൽ യുദ്ധം നടത്തുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടു, അതിലൊരു കുറെ പേരുടെ അക്കൗണ്ട് ഇതാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഈ വാർ ടൈമിൽ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ക്രൈസിസ് ടൈമിൽ കുറെ ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്രയും പോപ്പുലർ അല്ലാത്ത ആളുകൾ പോലും വീഡിയോസ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നത്. അതുപോലെ ത്രെഡ് എന്നുള്ള സൈറ്റ് ഇതുണ്ടല്ലോ നമ്മുടെ ആപ്പിലും കിട്ടുന്നുണ്ട്. അതില് ഓരോ പാകിസ്ഥാനിലെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഇവരൊക്കെ അവരുടെ നാടിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോഴും അവർ പറയുന്നില്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ 26-27 പേര് ജീവന പോയെന്ന് അവർ പറയുന്നില്ല. അവരപ്പോഴും പാകിസ്ഥാൻ സിന്ദാബാദ്, പാകിസ്ഥാൻ. നമ്മുടെ നാട്ടിലുള്ള നാറികള് അപ്പോഴും അത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതായത് അവര് നമ്മളെ വന്ന് ആക്രമിച്ചാലും നമ്മള് വായിൽ പഴം തിരികിയിരിക്കണം, ഇതാണ് അവര് പറയണത് അല്ലെ. അപ്പൊ ഇതൊക്കെ വരും കാലങ്ങളിൽ ഇതൊന്നും ചിന്തിക്കാനേ പറ്റില്ല, ഇത് എങ്ങോട്ടാ പോകണമെന്നുള്ള ബുദ്ധിയുള്ളവർക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അതായത് സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചു വന്ന ആ ഒരു ഇതാണ് നമ്മളിപ്പോ റിയൽ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മളുടെ ജനറേഷനിലുള്ളവരൊക്കെ നമ്മൾ പഠിച്ചു വന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ, അതായത് നമ്മളുടെ അനുഭവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഇതുപോലൊരു അനുഭവം ആവാതിരിക്കട്ടെ ഇനി വരുന്ന. വേറൊരു സോഷ്യൽ മീഡിയയിലെ ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഇത് കണ്ടതാണ്, ഞാനൊരു റീല് കണ്ടതാ. പാകിസ്ഥാൻ അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? അവൾക്ക് പാകിസ്ഥാനിൽ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അബുദാബി ദുബായിൽ അവൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത്, അപ്പൊ നമ്മുടെ നാട്ടിൽ, അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, അപ്പൊ ഈ പറയുന്ന ഈ ഫ്രണ്ട്സ് ഓക്കെ ഈ നാട്ടിൽ നിന്നാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ കൂട്ടുകാർ ചിന്തിക്കുന്നില്ലേ? അല്ലെങ്കിൽ അവർക്കൊരു വിഷമ മൊമെന്റ്സ് കാര്യങ്ങൾ ഉണ്ടാവില്ലല്ലോ, നമ്മുടെ നാട്ടിൽ എത്ര സാധാരണക്കാർ മരിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ ജീവൻ പോകണമെന്ന് പറയുന്ന സമയത്ത്. ആലോചിച്ചൂടെ, നമ്മൾ അങ്ങോട്ട് കേറിയിട്ടല്ല ഒന്നും ചെയ്തത്, ഫസ്റ്റ് അവർ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും അവര് ചിന്തിക്കുന്നില്ല. ഇനി അവര് വന്നാൽ പോലും നമ്മൾ തിരിച്ചടിച്ചത് ഒരിക്കലും ഒരു പാവപ്പെട്ട ജീവൻ പോലും വച്ചിട്ടല്ല നമ്മൾ തിരിച്ചടിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും കൃത്യമായി കാണാൻ. ന്യൂസുകളിലും ചിലതില് വിഡ്ഢിത്തരൊക്കെ പറയുന്നുണ്ടാകാം, പക്ഷെ ക്ലിയർ ആയിട്ട് ഫസ്റ്റ് തൊട്ടിട്ടുള്ള ന്യൂസസ് കാണുന്നവർക്ക് ഇത്തിരിയെങ്കിലും ബോധമുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ ഇനിയിപ്പോ ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, ഞങ്ങൾ ഈ വീഡിയോയിൽ കുറച്ച് 1-2 മെൻഷൻ ചെയ്യാനായിട്ട് അത് കാണിക്കാൻ അത് പറയാനായിട്ട് അതൊന്ന് സംസാരിക്കാനായിട്ടാണ് വന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വിംഗ് കമാൻഡറും അത് പറയുന്ന ടൈമില് ആ ഒരു ന്യൂസിന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, സോഫിയ ഖുറേഷി ക്രിസ്ത്യാനിയാണോ? സോഫിയ പേര് ഒരു സത്യ ക്രിസ്ത്യാനിയുടേതാണ്, മുസ്ലിമിൽ നിന്ന് ഇപ്പോൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതായി തോന്നുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു കമന്റ്. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതായത് ഇതിന്റെ ഉള്ളിലും മതം എന്ന് പറയുന്ന ഒരു ഇതിനെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഒന്നാമത്തെ കാര്യം ഇതൊക്കെ നിങ്ങൾ ചോദിച്ചാറേണ്ട ആവശ്യമുണ്ട്. നിന്റെ ഒന്നും വീട്ടിലത്തെ പെണ്ണുങ്ങളെയോ സഹോദരിമാരെയോ അല്ലല്ലോ ഇവരാരും. ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിക്കുക, അവര് അവിടെ വന്ന് അവരുടെ ദൗത്യം അവര് നിറവേറ്റുന്നു, അവര് നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ താഴത്ത് വരുന്ന കമന്റ്സ് അല്ലെങ്കിൽ അതിന്റെ സീരിയസ്നെസ് അറിയാതെ ഇങ്ങനെ തുപ്പുന്ന ഓരോ യൂസ്ലെസ്സുകൾ, അത് അങ്ങനെ ഇതൊക്കെ കാണുന്ന സമയം സത്യം പറഞ്ഞ് നമ്മള് വായ മറന്ന് സംസാരിക്കുക എന്ന് പറയില്ലേ, നല്ല മറുപടി ഇതിനെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ പറയുന്നത് പകുതി സമയത്ത് ഒന്നും അറിയും കൂടെ ഇല്ല, അങ്ങനത്തെ എന്തൊക്കെയോ ഓരോരോ. അടുത്തതെന്ന് പറയുന്നത് അവിടെയുള്ള നല്ല ജനങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്റെ പൊന്നു ചങ്ങാതി, അവിടെയുള്ള നല്ല ജനങ്ങളെന്ന് പറയുന്ന സമയത്ത് അപ്പൊ നമ്മുടെ നാട്ടിലുള്ളതോ? നമ്മുടെ നാട്ടില് വന്ന് ആണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ കുട്ടി ഒന്നും നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. എന്തിനാ അവിടെ കിടക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സ്വന്തം നാടിനെ സ്നേഹിക്കാതെ നീയൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വന്നിട്ട് ഓരോ വീഡിയോസ് താഴെ കമന്റ് ഇട്ട് മറ്റു നാടുകളെ സ്നേഹിച്ച് നടന്നിട്ട് എന്താ കാര്യം? അതാ പറഞ്ഞത്, നിനക്കൊക്കെ പറ്റിയിട്ടുള്ള ഇതാണ്. അതാ പറഞ്ഞത്, താമസം ചോറ് എവിടെയും കൂറ് എവിടെയും, ഇതാണ് സംഭവം.
ആരും സാധാരണക്കാരെ ഇവിടെ ആക്രമിച്ചിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. സാധാരണക്കാരെ ആരും ആക്രമിച്ചിട്ടില്ല. മനസ്സിലാവുന്നില്ല. ഇപ്പോഴും പറയുന്നത് അവിടത്തെ നല്ല ജനങ്ങള്. അപ്പൊ ഇവിടെ ഉള്ളവരാണോ തീവ്രവാദികള്? ഇതാ പറഞ്ഞത്, നമ്മുടെ നാട് മാത്രം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞു, മറ്റെല്ലാ നാട്ടുകാർക്കും അവരുടെ നാട്ടിനോടുള്ള സ്നേഹം നമ്മുടെ നാട്ടിനില്ല. അതെ, കാര്യം ശരിക്കും നമ്മുടെ നാട്ടിനോടില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കാം. പിന്നെ കൊറേ ഡേർട്ടി പൊളിറ്റിക്സ് ഇടയിൽ അത് കുത്തിക്കയറ്റുമ്പോഴൊക്കെയാ നമുക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് കേട്ടോ. ഒയ്യോ, ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് ആണെന്ന് പറയുന്നവർക്ക് തലയില് എന്താ പറയാ, കളിമണ്ണ് പോലും ഇല്ല. അതും ഇല്ല. സത്യം പറയാച്ചാ, അങ്ങനത്തെ അവസ്ഥയിലുള്ളവരെ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. പിന്നെ വന്നിട്ടുള്ള അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത്, ദൈവമേ മരിക്കുന്നവരെല്ലാം മകനോ ഒരു അപ്പനോ ഒക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടവരും അങ്ങനെയുള്ളവര് തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് പഹൽഗാമിലെ ഹണിമൂൺ നെറ്റല്ലേ, കല്യാണം പോയിട്ടുള്ള ആ വ്യക്തി അനുഭവിച്ചിട്ടുള്ള വേദന നമുക്ക് ആ വീഡിയോയിൽ നിന്ന്, അതായത് നിർവികാരയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും അത് ഗൂസ് ബംസ്, രോമം എഴുന്നേറ്റ് നിന്ന നിമിഷമായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആ നെയിം തന്നെ, എടുത്തു പറയേണ്ടത് ആ നെയിം. അതെ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ പേര് തന്നെയാണ് ഏറ്റവും, അതായത് നമുക്ക് ഉള്ളിലൊരു സന്തോഷം തന്നിട്ടുള്ളത്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ പേര് നൽകാൻ കാരണം എന്താണെന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ വനിതകളുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച പാകിസ്ഥാനുള്ള തിരിച്ചടി ആണ് എന്ന്, അതുകൊണ്ടാണ് അത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നത്. പാകിസ്ഥാനിലെ എല്ലാ ആളുകളല്ല, പാകിസ്ഥാൻ തീവ്രവാദികള്. അതാണ് പറയണത്. പാകിസ്ഥാൻ തീവ്രവാദികളെയാണ് ഇന്ത്യ അവിടെ ഇതാക്കിയിരിക്കുന്നത്, ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്, അല്ല പാകിസ്ഥാന്റെ ജനതകളെയല്ല. അതാദ്യം മനസ്സിലാക്കണം. പാകിസ്ഥാൻ അപ്പൊ ഈ വക കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും മാറ്റേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മുടെ നാട്ടിലത്തെ ആളുകളാണ് പാകിസ്ഥാനെ ഇല്ലാതാക്കി എന്നുള്ള, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ നോക്കണമെന്നുള്ള കാര്യങ്ങൾ വെച്ച് കേട്ടുന്നത്. അല്ലാതെ പാകിസ്ഥാനെ തീവ്രവാദികളെ ആണ് നമ്മൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അത് ഇനിയും ടാർഗറ്റഡിലൊക്കെ ഇതുണ്ടാവാം മേ ബി. കാരണം ഇവർക്ക് അറിയുന്ന അത്രയും നമുക്ക് അറിയില്ല കാര്യങ്ങൾ, നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിന് അറിയുന്ന അത്രയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അത്രയും യൂണിറ്റിയോടെ കൂടിയിട്ട് നമ്മൾ നിൽക്കാതെ, അതുപോലെ ചില വിവരം കെട്ട ആളുകൾ പറഞ്ഞു കേട്ട് ഇതെന്താ പൊളിറ്റിക്സ് വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ കാര്യം ജീവിച്ചിരുന്നാലല്ലേ വോട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒറ്റ മനുഷ്യന്മാരെ റിയാക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ സമുദായത്തിനെ രക്ഷിക്കണേ, ഞങ്ങൾക്ക് അതിനുള്ള ആരോഗ്യം തരണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ അതിൽ നിങ്ങൾ കണ്ടാൽ മതി. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആരും ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്. കാരണം അവർക്കൊക്കെ പേടിയാണ്, വേറെ ഒന്നുമല്ല അല്ലേ. ഞങ്ങൾ ഉംറ സ്വീകരിക്കണം. ലോക മുസ്ലിം വ്യക്തികൾക്ക് സമാധാനം നൽകണം. മിസൈലിൽ കയറ്റി അപ്പുറത്തേക്ക് വിടണം, എന്നിട്ട് അവിടെ നിന്ന് അവൻ സമാധാനം ഉണ്ടാകട്ടെ. അല്ല, അപ്പൊ ഞാൻ പറയും, ഇതാണ് നമ്മുടെ നാട്ടിൽ. ഞാൻ വല്ല ഒരു എന്താ നമ്മുടെ മതത്തിനെ ജാതിനെ ഇതാക്കി ഇപ്പൊ കുറ്റം പറയാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളോട് നടന്നിട്ട് പോലും ഇതൊന്നും ആരും പറയില്ല. കാരണം അവർക്ക് പേടിയാണ്, വേറെ ഒന്നല്ല. അപ്പൊ ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. എല്ലാവരും ചിന്തിച്ച് മാത്രല്ല കേട്ടോ, ഇനിയും കൊറേ, അതായത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടുള്ള കൊറേ വീഡിയോസും കമന്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും എന്താ പറയാ, ജാഗ്രതയിൽ ഇരിക്കുക. നമ്മളുടെ പിന്നെ വെള്ള പൂശണത്തിനൊക്കെ ഒരു പരിധി ഉണ്ട്. അത് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുക. കാരണം നാളെ നമ്മുടെ വീട്ടിലത്തെ ഒരാള് നഷ്ടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് ഇതുപോലെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായിട്ടൊന്നും ആരും വരില്ല. മനസ്സിലായില്ലേ? നിന്റെ ഒക്കെ വീട്ടിൽ കയറി ഒരാളെ പണിയുമ്പോഴാണ് നിനക്ക് മനസ്സിലാവുള്ളൂ എത്ര ബുദ്ധിമുട്ട്. നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതെന്തുകൊണ്ട് പിന്നെ അങ്ങനെ തിരിച്ചടിച്ചില്ല എന്നുള്ള ചോദ്യം വരുള്ളൂ. അതുവരെ എന്താ എന്തോ ഇവരെന്തിനാ അവരെ കയറിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ നിങ്ങൾ കണ്ട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ ആം ഫോഴ്സിനും ഒരു ബിഗ് 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 സല്യൂട്ട്. നിങ്ങളുടെ അതായത് പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ, അതായത് ഇന്ന് നമ്മൾ ഓരോരുത്തരും അത്രയും ഒന്നും പേടിക്കാതെ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകെ ഇവര് മാത്രമാണ് എന്ന് ഞാൻ എപ്പോഴും കുറച്ച് പറയുന്നു. ഇത് 1-2 പേര് പറഞ്ഞുകൊണ്ട് അല്ലാതെ ആവുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകം എങ്ങനെയാണ്, നല്ലതിനെ നല്ലതെന്ന് അംഗീകരിക്കില്ല. എപ്പോഴും നന്നല്ലാത്ത കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് വരുള്ളൂ. അത് ശരിയാണ്. ഓക്കെ, അപ്പൊ വീഡിയോ കാണാം.
സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീട്ടിൽ കാണാൻ ബൈ.